അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഗവേണിംഗ് ഇൻ ഹൈഡ്രോളിക് ടർബൈൻസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഗവേണിംഗ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും സ്പീഡിന്റെ പല രീതിയിൽ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ലോഡ് നമുക്ക് ഒത്തിരി അധികം കൂടി വരാം. അതായത് ഡിമാൻഡ് ആവശ്യം കൂടുതൽ വരാം, ഡിമാൻഡ് കുറഞ്ഞു വരാം. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ലോഡ് കൂടുന്നു, ലോഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ടർബൈൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു ഇംപൾസ് ടർബൈനിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇംപൾസ് ഈ പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളൊന്ന് ടേംസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുശേഷം ലോഡ് കൂടുമ്പോഴും ലോഡ് കുറയുമ്പോഴും എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കാര്യം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ പാർട്ടിനെയാണ് നമ്മളൊരു സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറിൽ രണ്ട് ഫ്ലൈ ബോൾസ്, ഇതാണ് ഫ്ലൈ ബോൾസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സ്ക്വയർ പോർഷനെയാണ് നമ്മൾ സ്ലീവ് എന്ന് പറയുന്നത്. ഈ ഗവർണർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് സ്ലീവ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ ഗവർണറിന്റെ ഒരു ഭാഗം ഇവിടെ ഒരു ഫൽക്രം വെച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ. ഈ ഫൽക്കരത്തിന്റെ ഇവിടെ ഒരു ലിവർ ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊന്നെങ്കിൽ താഴും, ഇതൊരു വശം താഴുകയാണെങ്കിൽ ഈ ഒരു വശം പൊങ്ങും. ഇതെപ്പോഴായിരിക്കും താഴുന്നത്? ഈ സ്ലീവ് താഴുന്നതിനനുസരിച്ച് ഫൽക്കരത്തിന്റെ ഇടത്ത് വശം താഴും. സ്ലീവ് മുകളിലേക്ക് പൊങ്ങുന്നതനുസരിച്ച് ലിവറിന്റെ വലത്തുവശം മുകളിലേക്ക് പോകും. സോ ഈ ലിവർ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതൊരു പിസ്റ്റൺ റോഡ് ആൻഡ് കൺട്രോൾ വാൽവ് എന്ന് പറയുന്ന ആണ് അടുത്ത ഭാഗത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഒരു ഭാഗം. അപ്പോൾ ലിവറിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് അനുസരിച്ച് പിസ്റ്റൺ റോഡിനും അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടാവുന്നു. ഓക്കെ, ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് അനുസരിച്ച് പിസ്റ്റണിന്റെ വാൽവ് V1ഉം വാൽവ് V2ഉം ക്ലോസ് ആകാനും ഓപ്പൺ ആകാനും സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്? ഈ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ആവും, ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഓപ്പണും ആവും. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ പമ്പാണ്. ഈ ഓയിൽ പമ്പിൽ നിന്ന് ഓയിൽ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് വരാം, ഇത് ഇങ്ങോട്ടേക്കും പോകാം, ഇത് റിട്ടേൺ ഒക്കെ തിരിച്ച് അങ്ങോട്ടും പോകാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതായത് ഓയിൽ പമ്പ്, ഓയിലാണ് ഈ ഒരു കൺട്രോൾ, ഈ ഒരു കാര്യത്തിന് ഈ പിസ്റ്റണിൽ വന്ന് പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓയിൽസ് ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് അടുത്തവണ റിലേ സിലിണ്ടർ അല്ലെങ്കിൽ സെർവോ മോട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു അറേഞ്ച്മെന്റിലേക്ക് ഓയിൽ ഇതിലെയാണ് വരുന്നതെങ്കിൽ ഈ സിലിണ്ടറിനെ ഇത് ഇങ്ങോട്ടേക്ക് പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യും. ഓയിൽ ഇതിലൂടെയാണ് വരുന്നതെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് പുഷ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഈ പുഷിനെ ഇതിനെ പിസ്റ്റൺ റോഡ് എന്നാണ് പറയുന്നത്. ഈ പിസ്റ്റൺ റോഡിനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉള്ള മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് വരുന്നതനുസരിച്ച് ഇത് നോസിലേക്കാണ് അടയുന്നത്. സോ ഇവിടെയുള്ള എമൗണ്ട് ഓഫ് ഫ്ലോയിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത് എങ്ങനെ സംഭവിക്കുന്ന രണ്ട് കണ്ടീഷൻസ്, ഒന്ന് ലോഡ് കൂടുമ്പോൾ എങ്ങനെയാണ്, ലോഡ് കുറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് നോക്കാം. ലോഡ് കൂടുകയാണ്. ഓക്കെ, ലോഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ ടർബൈൻ വളരെയധികം സ്പീഡിൽ കറങ്ങണം. അപ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ ഫ്ലോയില് ഈ അവസാനം നോക്കി ഈ സൂം ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് കൂടുതൽ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് പമ്പ് ചെയ്ത് എത്തിയാലാണ് ടർബൈൻ കുറെ അധികം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഓർക്കുക. ടർബൈൻ്റെ സ്പീഡ് കൂടണം. ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് കൂട്ടി കിട്ടിയാലാണ് ആ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താണ് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം എന്ത് സംഭവിക്കും? നമുക്കറിയാം, ലോഡ് കൂടി കഴിഞ്ഞാൽ തുടക്കത്തിൽ എന്ത് ചെയ്യും? സ്പീഡ് അങ്ങ് ഒറ്റയടിക്ക് കുറയും. നമുക്ക് തന്നെ അറിയാം, കയറ്റം കയറുമ്പോഴൊക്കെ ലോഡ് കൂടുതലാണെങ്കിൽ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുന്ന അതേ കാര്യം, ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കണമെന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ഇത് മാനുവലായിട്ട് ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ലോഡ് കൂടുമ്പോൾ നമുക്കറിയാം സ്പീഡ് കുറയും. അപ്പൊ അങ്ങനെ എന്ത് സംഭവിക്കും? ഗവർണറിന്റെ ഒരു അറ്റം ഇവിടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഈ ഒരു എൻഡ് ടർബൈന്റെ മെയിൻ ഷാഫ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടർബൈന്റെ മെയിൻ ഷാഫ്റ്റ് കുറഞ്ഞാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? സെൻട്രിഫ്യൂഗൽ ഗവർണർ ഈ ഫ്ലൈ ബോയിൽ കുറഞ്ഞ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. കുറഞ്ഞ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി താഴെ ആയിരിക്കും ഇതിങ്ങനെ കറങ്ങുന്നത്. നമ്മൾ നല്ല സ്പീഡിൽ വീശി കറക്കുമ്പോഴായിരിക്കും മുകളിൽ കൂടി കറങ്ങുന്നത്, അല്ലെങ്കിൽ ഗവർണർ താഴ്ന്നായിരിക്കും ലോ സ്പീഡിൽ കറങ്ങുന്നത്.
അങ്ങനെ ഫ്ലൈ ബോൾസ് താഴ്ന്ന് കറങ്ങുന്നതുകൊണ്ട് സ്ലീവിന് എന്ത് സംഭവിക്കും? താഴേക്കായിരിക്കും വരുന്നത്. സ്ലീവ് താഴേക്ക് വരുന്നു. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, സ്ലീവ് താഴേക്ക് വരുന്നു. സ്ലീവ് താഴേക്ക് വരുന്നതുകൊണ്ട് ഫൽക്രത്തിന്റെ അല്ലെങ്കിൽ ഫൽക്രത്തിന്റെ ഇടത്ത് വശത്ത് ലിവറിന്റെ ഇടത്ത് വശം താഴുന്നു. ലിവറിന്റെ ഈ വശം മുകളിലേക്ക് പോകുന്നു. അതായത് പിസ്റ്റൺ സ്ലീവ് മൂവ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് ലിവർ മൂവ്സ് അപ്വേർഡ്. റെഡിയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ലിവർ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് പിസ്റ്റൺ റോഡ് എന്ത് സംഭവിക്കുന്നു? മൂവ് അപ്വേർഡ്. ഈ ഒരു പിസ്റ്റൺ റോഡ് നോക്കുക, ഈ മഞ്ഞ കളറിലുള്ള പിസ്റ്റൺ റോഡ് ഇതെന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് മുകളിലേക്ക് പോയത് കൊണ്ട് V1 എന്ന് പറയുന്ന ഈ വാൽവാണ് ഓപ്പൺ ആയത്. ഇതിന്റെ പൊസിഷൻ മുകളിലേക്ക് വന്നതുകൊണ്ട് V1 എന്നുള്ള വാൽവ് ഓപ്പൺ ആയിട്ട് തോന്നും. ഈ വാൽവ് തുറന്ന് ഇതിലേ കൂടി ഓയിൽ സമ്പിൽ നിന്ന് പോകാൻ ഓയിൽ സമ്പിൽ കയറും. അപ്പോ ഓയിൽ അണ്ടർ ദ പ്രഷർ ഫ്രം ഓയിൽ സമ്പ് വിൽ മൂവ് ത്രൂ ദ. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇതിലെ ഓയിൽ സമ്പിൽ നിന്ന് വരുന്ന ഓയില് ഇതിലേ കയറി ഈ വാൽവ് V1 കയറുന്നു. ഓക്കെ, V1 കയറുക എന്ന് പറഞ്ഞാൽ ഇതിലേ വന്നു താഴേക്ക് ഇവിടെ എത്തി. V1 കയറി വന്ന ഒരു കാര്യം ടുവേർഡ്സ് ലെഫ്റ്റ്, ഇടത്ത് വശത്തേക്ക് ഈ ഒരു പിസ്റ്റണെ അല്ലെങ്കിൽ ഈ ഒരു പിസ്റ്റൺ റോഡിനെ ഈ ഒരു സൈഡിലേക്ക് അമർത്തും. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് അമർത്തുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ നോസിൽ അടങ്ങുന്ന ഈ സ്പിയർ അടങ്ങുന്ന ഈ ഒരു ഭാഗം ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് മൂവ് ആവും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ആവുന്നതുകൊണ്ട് കുറെ അധികം ഓയിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. അല്ലെങ്കിൽ ഇൻക്രീസ് ദ ഏരിയ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ നോസിൽ ഇൻക്രീസ് ചെയ്യും. ഓയിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് വാട്ടറിന് എന്ത് സംഭവിക്കാനായിട്ട് പറ്റും? ഈ ഓയിൽ ഈ പിസ്റ്റനെ പിടിച്ച് താഴ്ത്തുന്നതുകൊണ്ട് ഒത്തിരി വാട്ടറിന് ഇതിൻ്റെ ഉള്ളിലേക്ക് റണ്ണറിലേക്ക് എത്താനായിട്ട് കഴിയും. അങ്ങനെ ഒത്തിരി വാട്ടർ റണ്ണറിലേക്ക് എത്തുന്നതുകൊണ്ട് എന്താ ഗുണം? ഒത്തിരി സ്പീഡിൽ റണ്ണർ കറങ്ങും. അതായിരുന്നു നമ്മുടെ ലക്ഷ്യവും. എന്താ സംഭവിച്ചോ? പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ലോഡ് കൂടിയപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? സ്പീഡ് കുറഞ്ഞു. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഗവർണർ താഴ്ന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സ്ലീവ് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പോൾ ലിവറിന്റെ വലത്തുവശം മുകളിലേക്ക് പോകും. ഇതാണ് ലിവറിന്റെ വശത്തുവശം, അത് മുകളിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും വാൽവ് V1 ഓപ്പൺ ആയി. അപ്പോൾ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഓയിൽ ഇതിലേ വന്നു, വാൽവ് V1 വന്നു. ഈ പിസ്റ്റൺ പ്ലഞ്ചറിന്റെ ഉള്ളിൽ പിസ്റ്റണെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതുകൊണ്ട് ഈ സ്പിയർ ഇടതുവശത്തേക്ക് നീങ്ങി. അതുകൊണ്ട് കൂടുതൽ വെള്ളത്തിന് എന്ത് സംഭവിക്കാനായിട്ട് പറ്റും? ഇമ്പൾസ് ടർബൈനിലേക്ക് എത്താനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് കുറഞ്ഞു, ലോഡ് ഡിക്രീസ്. ലോഡ് ഒത്തിരി സ്പീഡ് നമ്മൾ അത്രയും നല്ല ലോഡ് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ലോഡ് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടർബൈനിൽ നിന്നുള്ള ഷാഫ്റ്റ് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ ഫ്ലൈ വീല് നല്ല ഉയരത്തിൽ, അതായത് നേരെ താഴ്ന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഉയരത്തിലായിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ കൈവച്ച് കറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്, ചെറിയ സ്പീഡിൽ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ കറങ്ങിയത് ഹൈ സ്പീഡിലാകുമ്പോഴത്തേക്കും ഈ രീതിയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സ്ലീവ് മുകളിലേക്ക് ഉയരും. സ്ലീവ് മുകളിലേക്ക് ഉയരിക്കുന്നതുകൊണ്ട് ഫലക്രത്തിന്റെ ഇടത്തുവശത്ത്, ലിവറിന്റെ ഇടത്തുവശമായിരിക്കും മുകളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ വലത്തുവശം എന്ത് ചെയ്യും? താഴേക്ക് പോകും. അതുകൊണ്ട് പിസ്റ്റൺ റോഡ് എന്ത് ചെയ്യും? താഴേക്ക് പോകും. താഴേക്ക് പോകുന്നത് കൊണ്ട് ഈ വാൽവിന്റെ പൊസിഷൻ, ഈ രണ്ട് മഞ്ഞ ടിക്കറ്റ് ഇരിക്കുന്ന രണ്ട് ഭാഗം താഴേക്ക് വരുന്നതുകൊണ്ട് വാൽവ് V2 എന്ത് സംഭവിക്കും? V2 ഓപ്പൺ ആകും. V2 ഓപ്പൺ ആകുന്നത് കൊണ്ട് ഓയിൽ സമ്പിൽ നിന്ന് ഓയിൽ വന്ന് V2 എന്ന് പറഞ്ഞ വാൽവിൽ കൂടി വന്ന് A എന്ന പോർഷനിലേക്ക് എത്തുകയും അത് വലത്തുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഈ ഒരു പിസ്റ്റൺ റോഡിനെ അല്ലെങ്കിൽ ഒരു പിസ്റ്റനെ അങ്ങോട്ടേക്ക് അമർത്തുന്ന വഴിയായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഈ നോസില് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ട് അതായത് ഈ സ്പിയർ നോസിലെ വലത്തുവശത്തേക്ക് അങ്ങ് മൂവ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും? പാസേജ് കുറയും. അപ്പോൾ വരുന്ന വെള്ളത്തിന്റെ അളവും കുറയും. കുറച്ച് വെള്ളം മാത്രമേ എങ്ങോട്ടേക്ക് എത്തുള്ളൂ? ടർബൈൻ ബ്ലേഡിന്റെ ഇൻലെറ്റിലേക്ക് എത്തുള്ളൂ. കുറച്ച് വെള്ളം എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലേഡിന്റെ സ്പീഡ് കുറയും. അപ്പൊ ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തും കുറയണം? സ്പീഡും ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ കുറയുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു പടത്തിലൂടെ നമുക്ക് മനസ്സിലായത്. പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു മെയിൻ ഫിഗർ വരയ്ക്കുക, ആദ്യത്തെ ഫിഗർ. അതിനുശേഷം
പറ്റുമെങ്കിൽ കൃത്യമായിട്ട് എഴുതുക. സമയമുണ്ടെങ്കിൽ ഒരു ഫിഗർ മാത്രം അതായത് ലോഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും പടം വരച്ച് സമയമുണ്ടെങ്കിൽ മാത്രം എഴുതുക. അല്ലെങ്കിൽ അതേ കാര്യം കൃത്യമായിട്ട് നമ്മുടെ ഹാൻഡ് ഇപ്പൊ കൈകൊണ്ട് എഴുതി മനസ്സിലാക്കുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും V1 ഓപ്പൺ ആവുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും സ്പീഡ് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു വരുമ്പോൾ വാൽവ് V1 അല്ലെങ്കിൽ V2 ആണ് ഓപ്പൺ ആവുന്നത്. അതുവഴിയായിട്ട് റിലേ സിലിണ്ടറിനുള്ള എന്ന് പറഞ്ഞ ഭാഗത്ത് ഓയിലെത്തുന്നു, ബി എന്ന് പറഞ്ഞ ഭാഗത്താണ് ഓയിലെത്തുന്നത്. അത് സ്പിയറിനെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നു. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഇതാണ് ഒരു ഇമ്പൾസ് ടർബൈനിലെ ഗവേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അതേസമയം നമ്മളുടെ ഒരു റിയാക്ഷൻ ടർബൈനിലെ ഗവേണിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്കറിയാം. അത് നോക്കി, ഇതൊരു കണക്റ്റഡ് ടു റിലേ വാൽവ് ആണ്. ഈ റിലേ വാൽവ് ഒരു സെർവോ മോട്ടറിൽ ഈ ഒരു സ്ഥലത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ വെൻ ദ ലോഡ് ഓൺ ദ ടർബൈൻ ചേഞ്ചസ്, ടർബൈനിലെ ലോഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് ഓഫ് ദ ടർബൈൻ ചേഞ്ചസ് നമുക്കറിയാം. ആൻഡ് ഹെൻസ് ദ പിസ്റ്റൺ ഇൻ ദ സെർവോ മോട്ടറിലെ പിസ്റ്റൺ മൂവ്സ് ഐദർ ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ്, therefore regulating the liver rotation clockwise. അപ്പൊ നമ്മൾ ഇതിന്റെ പിസ്റ്റന്റെ ഈ മൂവ്മെന്റ് ഇത് ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിനൊരു മൂവ്മെന്റ് വരും. അപ്പോൾ അത് വെച്ചിട്ട് റെഗുലേറ്റിംഗ് റോഡ് ഇത് വേണമെങ്കിൽ വലത്തോട്ടോ ഇത് ഇടത്തോട്ടോ ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതിനനുസരിച്ച് ഈ റെഗുലേറ്റിംഗ് റിങ്, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം ഇടത്തോട്ടോ ഇങ്ങോട്ടോ നമ്മൾ മൂവ് ചെയ്യും. അതനുസരിച്ച് ഫ്ലോ ഓഫ് വാട്ടർ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. So the flow of rate of water in the reaction will be controlled by rotating guide blades, which are pivoted and connected to a lever by the link to a regulating link. ഒരു റെഗുലേറ്റിംഗ് റോഡ് വഴി റെഗുലേറ്റിംഗ് റിങ് ഒരു സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ലോഡിന്റെ വേരിയേഷൻ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു കാര്യം, ഈ റെഗുലേറ്റിംഗ് റിങ് ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ റൊട്ടേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് റിയാക്ഷൻ ടർബൈൻ അല്ലെങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ്റെ നമ്മുടെ ഗവേണിംഗ് എന്ന് പറയുന്ന കാര്യം. ഗവേണിംഗ് എന്നുള്ള ഭാഗത്ത് ലോഡിന്റെ വേരിയേഷൻ അനുസരിച്ച്, ലോഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ്, ലോഡ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സ്പീഡ് കുറയും അല്ലെ. അപ്പൊ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് വേരി ചെയ്ത് റെഡിയാക്കണം. ഈ ഒരു കാര്യം എങ്ങനെയാണ് ഇമ്പൾസ് ടർബൈനിൽ, എങ്ങനെയാണ് റിയാക്ഷൻ ടർബൈനിൽ എന്നുള്ള കാര്യമാണ് ഈ ഒരു ഫിഗർ വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാം.